വരാം. ശ്രീ ടി പി ജയചന്ദ്രൻ, ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM നടത്തിയ സമരം അല്ലല്ല ഈ ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമരം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കേന്ദ്ര സർക്കാരിനുള്ള. അതിനുള്ള പങ്കാളികളെയും താങ്കൾ നോക്കുക. ഇത്രയും പിന്തുണ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM പോലും വിചാരിച്ച് കാണുകയില്ല. പക്ഷെ ഡൽഹിയിൽ ചെന്നപ്പോൾ പിന്തുണ കൂടുകയാണ് ഉണ്ടായത്. ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ കേന്ദ്രം? അല്ല മഞ്ജുഷ, 25 മിനിറ്റോളമായി ഈ രണ്ട് കക്ഷികൾ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. താങ്കൾ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് സമ്പത്ത് മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി എന്റെ കുഴപ്പമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ എന്തായിരുന്നു ഉണ്ടായത്? ഡൽഹിയില് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ബ്രെഡും മുട്ടയും നിർത്തി അത് കൊടുക്കാൻ പണമില്ലാത്തൊരു സർക്കാർ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തൊരു സർക്കാർ, പാവപ്പെട്ടവന്റെ നികുതി പണത്തിൽ കൈയിട്ട് വാരി കോടികൾ മുടക്കി ഡൽഹിയിൽ പോയി അവരൊരു ആഘോഷം നടത്തി. 2.5 മണിക്കൂർ കുറെ ആളുകൾ വന്ന് പ്രസംഗിച്ചു. ഇതിലപ്പുറം എന്താണ് ഉണ്ടായത്? എന്റെ സമ്പത്തിന്റെ വാക്ക് കേട്ടാ തോന്നുന്നു 2014 കേരളവും ഭാരതവും ഉണ്ടായത്. ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടായത് അന്നാണ്. ആറ്റിങ്ങലിൽ പരാജയപ്പെട്ട ശേഷം സമ്പത്തും ഡൽഹിയിൽ പോയി കുറച്ച് ലൈസനിങ് നടത്തിയല്ലോ. എപ്പോഴെങ്കിലും സമ്പത്ത് ഇങ്ങനെ ഒരു വാദഗതി ഇങ്ങനെ കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം ഞങ്ങളുടെ വീതം വെട്ടിക്കുറച്ചു, കേന്ദ്രം ഞങ്ങളുടെ നികുതി തരുന്നില്ല എന്നൊരു ആക്ഷേപം എപ്പോഴെങ്കിലും സമ്പത്ത് പറഞ്ഞിരുന്നു? ഇപ്പൊ സമ്പത്ത് നിങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു വലിയ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ പരാതിയിൽ ആരോപണം ഉണ്ടോ? മറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അല്പം പുറകോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. 2016 നിങ്ങളെ മാതിരി തന്നെ ഉള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ധനകാര്യായ മന്ത്രിയായി വന്നപ്പോൾ ഒരു വൈറ്റ് പേപ്പർ, ധവളപത്രം പുറത്തിറക്കി. എന്തൊക്കെയായിരുന്നു സമ്പത്ത് അതിൽ പറഞ്ഞത്? അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും ധനകാര്യ മാനേജ്മെന്റ് ആണ്, മോശം ധനകാര്യ മാനേജ്മെന്റ് ആണ് കേരളത്തിലുള്ളത്. തെളിവ് സഹിതമാണ് തോമസ് ഐസക് പറയുന്നത്. ബജറ്റിലെ കളവാണ് ബജറ്റിൽ പറയുന്നത്. ഒന്നും കൂടി സമ്പത്തെ കേൾക്കണേ. ആ ധവളപത്രത്തിലുള്ളത് 2011 മുതൽ 16 വരെ ഭരിച്ച ഗവൺമെന്റ് 78,000 കോടി രൂപ കടബാധ്യതയുണ്ടാക്കി വെച്ച് VS കൈമാറിയപ്പോൾ 5 കൊല്ലം കൊണ്ട് അത് 1.5 ലക്ഷം കോടി രൂപ എന്ന മാരകമായ അളവിലേക്ക് എത്തിച്ചു. ഇന്നത് 4.5 ലക്ഷം കോടിയാണേ. 5 കൊല്ലം കൊണ്ട് കോൺഗ്രസ് 1.5 ആണെങ്കിൽ നിങ്ങൾ 2.5 കോടിയാ കൂട്ടിയത്. അത് നമുക്ക് വിടാം. നിങ്ങളുടെ ധവളപത്രത്തിലെ കാര്യം ഞാൻ സമ്പത്തിനോട് വിനയപൂർവ്വം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാണ് സർ ഈ ധനകാര്യ കമ്മീഷനുകളുടെ വിഹിതത്തിൽ ഇതിനേക്കാൾ വർധന എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, 5 കൊല്ലം നിങ്ങളും കൂടി ഇരുന്നായിരുന്നില്ലേ കേരളത്തിലെ ധനകാര്യ സാമ്പത്തിക നികുതി വിഹിത മാനേജ്മെന്റ് തീരുമാനിച്ചത്? അന്ന് 31% ഇന്നത് 42 നിന്ന് 41% എത്തിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? താങ്കളൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണല്ലോ. 31% വലുത്, 42% വലുത്? അപ്പൊ താങ്കൾ അത് ശരിയാണ് ശ്രീ ടി പി ജയചന്ദ്രൻ, അത് ശരിയാണ്. 35% വരെ ഉണ്ടായിരുന്നത് 43, പിന്നീട് 42%, 1% കുറച്ചു എങ്കിൽ പോലും 42% നൽകുന്നുണ്ട്. ആകെ കേന്ദ്രത്തിന് കിട്ടുന്ന നികുതിയുടെ 42% സംസ്ഥാനങ്ങളുമായി വീതം വെക്കുന്നുണ്ട്. അതിലാണ് ഈ 1.92. പക്ഷേ കേരളത്തിന് 2.5% കിട്ടിക്കൊണ്ടിരുന്നത് 1.92 ആയി. ആകെ എമൗണ്ട് വരുമ്പോൾ ശരിയാണ് താങ്കൾ പറഞ്ഞ കണക്ക്. പക്ഷേ അല്ലല്ല, അല്ല അവിടെ പറയുന്ന സമ്പത്തിന്റെ പാർട്ടി പറയുന്ന ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ സമ്പത്തിന്റെ പാർട്ടി പറയുന്ന കാര്യം വിവേചനമാണ്. ഫെഡറൽ സംവിധാനത്തിലെ വിവേചനമാണ് സമ്പത്ത് ചൂണ്ടിക്കാണിച്ചത്. ഈ 42 ആണെങ്കിലും അത് വീതം വെക്കുമ്പോഴുള്ള വിവേചനമാണ്. മഞ്ജുഷ്, നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഒന്ന് ക്ഷമിച്ച് കേൾക്കൂ. നിങ്ങൾ ശരിയാണ്, 31% തന്നപ്പോൾ 2.5% കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് നൽകി. 41% തരുമ്പോൾ 1.92% സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ അടുത്ത സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്ന സമ്പത്തോട് വിനയപൂർവ്വം ചോദിക്കുന്ന ചോദ്യം, 10-30 കൊല്ലം കണക്ക് പഠിപ്പിച്ചൊരു അധ്യാപകന്റെ അറിവ് വെച്ച് ഞാൻ ചോദിക്കുന്നത്, 31%-ന്റെ 2.5% കൂടുതൽ, 41%-ന്റെ 1.92% കൂടുതൽ? മഞ്ജുഷ, നിങ്ങളും കൂടി കേൾക്കാനാ? ഇല്ല, എനിക്കതിൽ തർക്കമില്ല. അല്ല താങ്കൾക്ക് വേണമെങ്കിൽ ഒരു കണക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ തവണത്തേക്കാൾ അതുകൊണ്ട് തന്നെ സംഖ്യാ കണക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം ശ്രീ ടി പി ജയചന്ദ്രൻ. കഴിഞ്ഞ തവണത്തേക്കാൾ കേന്ദ്ര നികുതി വിഹിതം കേരളത്തിൽ ഇത്തവണ കൂടുതലാണ് കിട്ടുന്നത്. പക്ഷെ CPM പറയുന്ന ന്യായം അതല്ല. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുമ്പോൾ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതല്ല, സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുമ്പോൾ ഉത്തരമാണ് ഞാൻ പറയുന്നത്. 42% കേരളത്തിന് എത്രമാത്രം കൂടുതൽ കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ തുക കിട്ടുന്നു മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്നാണ്. കർണാടകത്തിനില്ല, കാരണം കർണാടകത്തിന് താഴെയാണ്. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ വരാം മഞ്ജുഷ്, ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം.
31%-ന്റെ 2% കേന്ദ്ര ഗവൺമെന്റിന്റെ 100 ഉറുപ്പിക വീതം വെക്കുമ്പോൾ കേരളത്തിന് 7 രൂപ 75 പൈസ കിട്ടും. മഞ്ജുഷ് കേൾക്കണം, 7 രൂപ 75 പൈസ കിട്ടും. 41%-ന്റെ 1.92% എടുക്കുമ്പോൾ 7 രൂപ 87 പൈസ കിട്ടും 100 ഉറുപ്പികയ്ക്ക്. എന്ന് പറഞ്ഞാൽ നേരത്തെ 100 ഉറുപ്പികയ്ക്ക് 7 രൂപ 75 പൈസ കിട്ടിയെടുത്ത് ഇപ്പോൾ 7 രൂപ 87 പൈസ കിട്ടുമ്പോൾ കേരളത്തിന് 100 രൂപയിൽ കിട്ടുന്നത് 12 രൂപയുടെ വർധനവാണ്, 12 പൈസയുടെ വർധനവാണ്. ഇനി ഇപ്പൊ ഇവര് പറയുന്ന കാര്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ധനകാര്യ മാനേജ്മെന്റ് കേരളത്തിലാണെന്ന് പറഞ്ഞുവോ? ഇത് തോമസ് ഐസക്ക് കേരളത്തെ കുറിച്ച് പണ്ട് പറഞ്ഞത് ശരിയല്ലേ? RBIയുടെ കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം കേരളമാണോ? ദേശീയ സംസ്ഥാന ശരാശരി കടം GDP-യുടെ 29% ആകുമ്പോൾ കേരളത്തിൽ 39% ഉണ്ടോ? ഇതും തോമസ് ഐസക്ക് പറഞ്ഞത് മാതിരിയുള്ള ഒരു തെറ്റായ കീഴ്വഴക്കമല്ലേ? ഇതിന് ഉത്തരവാദിത്തം ആർക്കാണ്? കടമെടുക്കുന്നതിന് എത്ര ശതമാനം നിങ്ങൾ വികസന പ്രവർത്തനത്തിന് വിനിയോഗിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഡൽഹിയില് ലൈസൻസ് ഓഫീസർ നിശ്ചയിക്കാൻ, ഒരു കുടുംബത്തിന് ചികിത്സാ ഫണ്ട് കൊടുക്കാൻ, ഹെലികോപ്റ്റർ പോകാൻ, നീന്തൽക്കുളം കുഴിക്കാൻ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ചോദ്യം എന്റെ ഇത്രയാണ്, ഈ കടമെടുക്കുന്ന തുക രാജ്യത്തെ വികസന പ്രവർത്തനത്തിനാണോ അതല്ല മറ്റേതെങ്കിലും പ്രവർത്തനത്തിന് വിനിയോഗിക്കാനാണോ? തനത് വരുമാനം കൂടുന്നതിൽ ശ്രദ്ധ വേണമെന്നും പരിഹാരം നിർദ്ദേശിക്കണമെന്നുമുള്ള കേന്ദ്രത്തിന്റെയും ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധന്മാരുടെ അഭിപ്രായം നിങ്ങൾ പാലിക്കുമോ? എക്സ്പെൻഡിച്ചർ കമ്മിറ്റി 2019 പെൻഷൻ പലിശയ്ക്ക് തനത് വരുമാനത്തിൽ ഒരുക്കി നിന്നുകൊണ്ട് വരുമാനം കാണണം, കടമെടുക്കുന്നത് വികസന പ്രവർത്തനം വിനിയോഗിക്കണമെന്ന് പറയുമ്പോൾ 56% തനത് വരുമാനമുള്ള കേരളം 70% ശമ്പളം പെൻഷനും കൊടുക്കുമ്പോൾ നിങ്ങൾ കടം വാങ്ങുന്നത് 53 കഴിച്ചുള്ള 70-ലേക്കുള്ള ബാക്കി തുക കടം വാങ്ങുന്നത് ദൂർത്തടിക്കാനും നിങ്ങൾ രാജ്യത്തിലെ അവികസിത പ്രവർത്തനം ഉപയോഗിക്കാനും അല്ലേ? ഓഫ് ബജറ്റ് വായ്പ, ഇപ്പൊ അതാണല്ലോ തർക്കം. ഓഫ് ബജറ്റ് വായ്പയുടെ കിഫ്ബിയുടെ വരുമാന മാർഗം എന്താണ്? ആ കടവും പലിശയും ആരാണ് സർ തിരിച്ചടയ്ക്കുന്നത്? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. എല്ലാ ചോദ്യങ്ങൾക്കും